നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇജ്ജാതി അടിയടിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? കളി കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡ് താരങ്ങൾ അഭിഷേക് ശർമ്മയുടെ ബാറ്റ് വന്ന് പരിശോധിക്കുന്ന ഒരു രംഗമുണ്ട്. വല്ലാത്ത കോമഡി ആയിപ്പോയി. അല്ല, ഇനിയിപ്പോൾ ബാറ്റിൽ വല്ല സ്പ്രിങ് എങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെ ഇങ്ങനെ പറന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, അതൊക്കെ വെറും ഇല്ല കഥയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വലിയ പറച്ചിലായിരുന്നു. ബാറ്റിൽ സ്പ്രിങ് വെച്ചടിച്ച കഥകൾ, ജയസൂര്യ, പോണ്ടിങ്, അങ്ങനെ എത്ര പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തെല്ലാം തള്ളി മറിക്കലുകൾ. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ബാറ്റിൽ ചെയ്തിട്ടുണ്ടോ? ന്യൂസിലാൻഡ് താരങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അവർ പോയി അത് ചെക്ക് ചെയ്ത് നോക്കിയതിൽ. കാരണം അമ്മാതിരി അടിയല്ലേ പഹയൻ അടിക്കുന്നത്. 20 പന്തിൽ നിന്നാണ് ഇന്ന് 68 റൺസ് അടിച്ചത്. 7 4 5 6 340 ഇന്നത്തെ ഇന്നിങ്സിലെ സ്ട്രൈക്ക് റേറ്റ്. 14 പന്തുകളിലാണ് കേട്ടോ അർദ്ധ സെഞ്ചുറി പറഞ്ഞത്. സാക്ഷാൽ യുവരാജ് സിംഗിൻ്റെ അർദ്ധ സെഞ്ചുറി റെക്കോർഡുണ്ടല്ലോ, 12 പന്തിലെ അർദ്ധ സെഞ്ചുറി. ഡർബനിൽ ഇംഗ്ലണ്ടിനെ പഞ്ഞിക്കിട്ട ദിവസം 2007 ആ അർദ്ധ സെഞ്ചുറിക്ക്, ആ റെക്കോർഡിന് തൊട്ടരികിലെത്തി. ഇപ്പോൾ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 50 T20 ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ 14 പന്തുകളിൽ നിന്ന് ഇന്ന് കുറിച്ചു. മൂന്നാമത് ഇപ്പോൾ ഹാർദിക്കിൻ്റെ അർദ്ധ സെഞ്ചുറിയാണ് 16 പന്തുകളിൽ നിന്ന്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഹമ്മദാബാദിൽ 2025 കുറിച്ചത് അഭിഷേക് ശർമ്മ തന്നെയാണ്. നാലാമത് 17 പന്തുകളിൽ ഇംഗ്ലണ്ടിനെതിരെ വാങ്കഡയിൽ 2025 കുറിച്ചത്. ഏതായാലും ഈ 2 പന്തുകളുടെ വ്യത്യാസത്തിലാണ് യുവരാജിൻ്റെ ആ ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് നഷ്ടമായത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇമ്പോസിബിളാണ്. എന്ത് ഇമ്പോസിബിളാണെന്നറിയോ? യുവരാജിൻ്റെ റെക്കോർഡ് തകർക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കണം. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു കളിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഇങ്ങനെ അടിച്ച് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ദാറ്റ്സ് വാട്ട് മൈ ടീം വാണ്ട്സ് ഫ്രം മീ. ഏതായാലും എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. യുവരാജിൻ്റെ 12 ബോൾ 50 ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബീറ്റ്. അതിനെ പരാജയപ്പെടുക, അതിനെ മറികടക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഏതായാലും ഈ ഒരു പ്രകടനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ആൻഡ് സപ്പോർട്ട് യു ഗെറ്റ് ഫ്രം ടീംമേറ്റ്സ്. നമ്മുടെ മെൻറ്റാലിറ്റിയും അതുപോലെ തന്നെ ടീംമേറ്റ്സിന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബാറ്റേഴ്സും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു. നല്ല രൂപത്തിൽ ഈ സീരീസ് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും സ്റ്റെപ്പിംഗ് ലെഗ് സൈഡ്, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാം, സ്റ്റെപ്പിംഗ് ലെഗ് സൈഡ് ഈസ് അബൌട്ട് ഫീൽഡ് പ്ലേസ്മെൻറ്റ്. ഇഫ് ഐ ഗെറ്റ് റൂം ദെൻ ഐ ക്യാൻ ഹിറ്റ് ഓഫ് സൈഡ്. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫീൽഡിനനുസരിച്ചുള്ള കളിയാണ് ഞാൻ കളിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നത്. എന്തായാലും പൊളിച്ചടിക്കിയ പ്രകടനം. ഇപ്പോൾ ഈ കളി മാത്രമല്ല കേട്ടോ, അഭിഷേക് ശർമ്മയുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ നോക്കുക, T20 അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ 35 ഇന്നിങ്സുകൾ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 35 ഇന്നിങ്സുകൾ T20 ക്രിക്കറ്റിൽ 1267 റൺസ് അടിച്ചിരിക്കുന്നു. 38.39 ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് കേൾക്കണം, 195.22 സ്ട്രൈക്ക് റേറ്റ്. 2 സെഞ്ചുറികൾ, 8 50s, 119 ഫോറുകൾ, 86 സിക്സറുകൾ. എന്ന സംശയം നമ്പർ 1 T20 ബാറ്റർ ഇൻ വേൾഡ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ വരാം.